രാഷ്ട്രീയത്തിൽ പിണറായി വിജയൻ എന്ന കരുത്തുറ്റ നേതാവിന്റെ അപ്രമാദിത്യം ഒരിക്കൽ കൂടി ഉറപ്പിക്കുന്നതാണ് ഇത്തവണത്തെ CPM സ്ഥാനാർത്ഥി പട്ടിക. ജനപ്രീതിയിൽ മുന്നിൽ നിൽക്കുന്നവർ പോലും പാർട്ടി അച്ചടക്കത്തിനും നേതൃത്വത്തിന്റെ താൽപര്യങ്ങൾക്കും വഴിപ്പെടേണ്ടി വരുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ആഗോളതലത്തിൽ വരെ ശ്രദ്ധിക്കപ്പെട്ട KK ശൈലജയെ ഇത്തവണയും പാർട്ടി കൃത്യമായി നിയന്ത്രിക്കുന്ന രീതിയാണ് ദൃശ്യമാകുന്നത്. മുഖ്യമന്ത്രി പദത്തിലേക്ക് ഉയർത്തിക്കാട്ടപ്പെടാൻ സാധ്യതയുള്ള ജനകീയ മുഖങ്ങളെ ഒതുക്കുക എന്ന പിണറായി സ്റ്റൈൽ ഇവിടെയും നടപ്പിലായോ എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ സംശയിക്കുകയാണ്. പേരാവൂരിൽ മത്സരിക്കണമെന്ന കടുംപിടുത്തത്തിനു മുന്നിൽ ടീച്ചർക്ക് വഴങ്ങേണ്ടി വന്നത് ഇതിന്റെ സൂചനയാണ്. ഭരണ തുടർച്ചയെന്ന ഏക ലക്ഷ്യത്തിലേക്ക് CPM കണ്ണുവെച്ചപ്പോൾ ഇത്തവണത്തെ സ്ഥാനാർത്ഥി പട്ടികയിൽ യുവരത്നങ്ങൾക്കും പുതുമുഖങ്ങൾക്കും കടുത്ത നിരാശയാണ് പാർട്ടി സമ്മാനിച്ചത്. ഒരു വയസ്സൻ പാർട്ടിയായി CPM മാറിയ കാഴ്ചയാണ് കാണാനാവുന്നത്. ചാനൽ ചർച്ചകളിൽ പാർട്ടിക്ക് വേണ്ടി തൊണ്ട കീറി വാദിക്കുന്നവരും AKG സെന്ററിലെ വിശ്വസ്തരുമായ പല പ്രമുഖ യുവ നേതാക്കളും ഇക്കുറി പുറത്താണ്. M സ്വരാജ്, PM ആർഷോ, ചിന്താ ജെറോം തുടങ്ങിയ പ്രമുഖർ പട്ടികയിൽ ഇടം പിടിക്കാത്തത് സൈബർ ഇടങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. മാധ്യമ പ്രവർത്തനം വിട്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ MV നികേഷ് കുമാറിനും ഇത്തവണ CPM സീറ്റ് നൽകിയില്ല. റിപ്പോർട്ടർ ചാനൽ വിടുമ്പോൾ നികേഷിന്റെ മനസ്സിൽ ഒറ്റ ചിന്തയുള്ളൂ: കരുത്തുറ്റ ഇടതു നായകനായിരുന്ന രാഘവന്റെ മകനായ തന്നെ പാർട്ടി തഴയില്ല എന്ന്. പക്ഷേ തഴഞ്ഞു. അവസാനമായി പാർട്ടിയുടെ സൈബർ വിങ്ങിനെ നയിക്കാൻ നികേഷ് കുമാറിനെ ഏൽപ്പിച്ച ദൗത്യം പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ പൊട്ടിത്തെറികൾക്ക് വഴിമാറിയിരുന്നു. നികേഷ് കുമാറിന്റെ ഏകപക്ഷീയമായ നടപടികളിൽ പ്രതിഷേധിച്ച് പാർട്ടിയുടെ വിശ്വസ്തരായ മുതിർന്ന മാധ്യമ പ്രവർത്തകർ സൈബർ ടീമിൽ നിന്നും കൂട്ടത്തോടെ പടിയിറങ്ങിയത് നികേഷിന് പാരയായി മാറി. ദേശാഭിമാനിയുടെ മുൻ ന്യൂസ് എഡിറ്റർമാരായ KV സുധാകരൻ, K മോഹൻദാസ്, ES സുഭാഷ് എന്നിവരടങ്ങുന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകരുടെ സംഘം നികേഷിനോടുള്ള അതൃപ്തി പരസ്യമാക്കിയാണ് ടീം വിട്ടത്. ഇത് നികേഷിന് ദോഷം ചെയ്തു. താൻ കെട്ടിപ്പടുത്ത സൈബർ സംവിധാനം പാർട്ടിയെ വിജയത്തിലേക്ക് നയിക്കുമെന്ന് അവകാശപ്പെട്ട നികേഷ് കുമാറിന് സ്വന്തം കൂടെയുള്ളവരെ പോലും വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്നില്ല എന്നത് വലിയ പരാജയമായാണ് വിലയിരുത്തപ്പെടുന്നത്. പിണറായി നീരാട്ടായിരുന്നു സൈബർ വിങ്ങിനോട് നീരസം പ്രകടിപ്പിച്ചത്. തളിപ്പറമ്പിലായിരുന്നു നികേഷിനെ പരിഗണിച്ചിരുന്നത്. പക്ഷേ അവിടെ സ്വന്തം ഭാര്യയെ ഇറക്കി ഗോവിന്ദൻ നികേഷിനെ വെട്ടുകയായിരുന്നു. നികേഷിന് മാത്രമല്ല കടുംവെട്ട് കിട്ടിയിരിക്കുന്നത്. ചാനൽ ചർച്ചകളിൽ പാർട്ടിയുടെ മുഖമായി നിന്ന് എതിരാളികളെ നേരിട്ടിരുന്ന പലരും പട്ടികയിൽ വെട്ടിനിർത്തപ്പെട്ടു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ്, DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫ്, SFI നേതാക്കളായ PM ആർഷോ, M ശിവപ്രസാദ്, മുൻ വനിതാ കമ്മീഷൻ അംഗം ചിന്താ ജെറോം എന്നിവർക്കൊന്നും സീറ്റ് ലഭിച്ചില്ല. ചാനൽ ചർച്ചകളിൽ സ്ഥിരമായി എത്താറുള്ള KS അരുൺകുമാർ, ജെയ്ക് C തോമസ് എന്നിവരെയും ഇക്കുറി പരിഗണിച്ചിട്ടില്ല. ചാനലുകളിൽ പോയി പാർട്ടിക്ക് വേണ്ടി വാദിക്കുകയും പലപ്പോഴും പ്രതിരോധത്തിലാവുകയും ചെയ്യുന്നവർക്ക് അർഹമായ പരിഗണന ലഭിച്ചില്ലെന്ന വികാരം ഒരു വിഭാഗം പ്രവർത്തകർക്കുണ്ട്. ഭരണ തുടർച്ച ഉറപ്പാക്കാൻ പയറ്റിത്തെളിഞ്ഞ പഴയ മുഖങ്ങളെ തന്നെ കളത്തിലിറക്കാനാണ് CPM തീരുമാനം. 75 സ്ഥാനാർത്ഥികളിൽ വെറും 13 പേർ മാത്രമാണ് പുതുമുഖങ്ങൾ. സിറ്റിംഗ് MLA-മാരിൽ ഭൂരിഭാഗത്തെയും നിലനിർത്തിയത് യുവനേതാക്കളുടെ മോഹങ്ങൾക്ക് പാരയായി. മട്ടന്നൂരിൽ VK സനോജ് മാത്രമാണ് യുവ പ്രാതിനിധ്യവുമായി എടുത്തു പറയാവുന്ന പുതുമുഖം. തിരുവനന്തപുരം മേയറായിരുന്ന ആര്യ രാജേന്ദ്രന് സീറ്റ് നൽകുമെന്ന് ഏവരും കരുതി. എന്നാൽ അതും സംഭവിച്ചില്ല. സ്ഥാനാർത്ഥി നിർണയത്തിൽ പുതുമുഖങ്ങൾക്കും യുവാക്കൾക്കും സ്ത്രീകൾക്കുമൊക്കെ തെറ്റില്ലാത്ത പ്രാതിനിധ്യം നൽകിയിരുന്ന CPM പക്ഷേ ഇത്തവണത്തെ നിയമസഭാ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ പതിവ് തെറ്റിച്ചുവെന്നതാണ് വസ്തുത. ഭരണ തുടർച്ചയെന്ന ഒറ്റ ലക്ഷ്യം മാത്രമായപ്പോൾ സ്ഥാനാർത്ഥികൾ ഒട്ടുമിക്കവരും പഴയ മുഖങ്ങൾ തന്നെ. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കാനുള്ള CPM തന്ത്രത്തിൽ പാർട്ടിയിൽ തന്നെ മുങ്ങുകയാണിപ്പോൾ. ഇതിലെന്തെങ്കിലും ചെയ്തില്ല എങ്കിൽ ഇവരെല്ലാം കൂട്ടത്തോടെ ഇറങ്ങിപ്പോയാലും അത്ഭുതപ്പെടാനില്ല.